ടോക്സിക് എ ഫെയറി ടെയിൽ ഫോർ ഗ്രോൺ-അപ്സ്. ഞാൻ ഈ സിനിമ രാവിലെ 10:45 ഷോ ഒരു തിയേറ്ററിനകത്ത് ഞാൻ ബുക്ക് ചെയ്തായിരുന്നു. ബുക്ക് ചെയ്ത് അവിടെ ചെന്ന സമയത്ത് സിനിമ തുടങ്ങാൻ സമയമാകുമ്പോഴത്തേക്കും ഇതിന്റെ DCP ഡൗൺലോഡ് ആവുന്നില്ല. എന്തോ ഇഷ്യൂ, സിസ്റ്റം ഹാങ് ആണെന്നാണ് അവിടുത്തെ ചേട്ടൻ പറഞ്ഞത്. അവിടുന്ന് പിന്നെ എന്തായാലും അവിടെ ഷോ ഇടാൻ പറ്റത്തില്ല എന്ന് മനസ്സിലായി. അവിടുന്ന് റീഫണ്ട് വാങ്ങിച്ചിട്ട് 12 കിലോമീറ്ററോളം ട്രാവൽ ചെയ്തിട്ട് അടുത്ത തിയേറ്റർ ഞാൻ പോയി. ഇതിനിടയ്ക്ക് തിയേറ്റർ ഇല്ല എന്നുള്ളതല്ല, ഈ സിനിമയുടെ ബുക്കിംഗ് ഈ സിനിമയിൽ എല്ലാ തിയേറ്ററിലൊന്നും ലിസ്റ്റ് ചെയ്തിട്ടില്ല. ആകെ ലിമിറ്റഡ് ആയിട്ടുള്ള ഷോ മാത്രമേ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നുള്ളൂ. ഉള്ള ഷോയ്ക്കകത്താണെങ്കിൽ ആളുകൾ അങ്ങനെ ബുക്ക് ചെയ്യുന്നുമില്ല. എല്ലാം ഗ്രീൻ തെളിഞ്ഞു കിടക്കുന്ന ഷോയാണ് കണ്ടിട്ടുള്ളത്. എല്ലാ തിയേറ്ററിനകത്തും ഷോ ഇല്ല. ഉള്ളതിനകത്തൊന്നും ആൾക്കാർ അങ്ങനെ ബുക്കും ചെയ്തില്ല. എന്തോ കാര്യം മനസ്സിലായില്ല. അങ്ങനെ 12 കിലോമീറ്ററോളം യാത്ര ചെയ്ത് ഉച്ചയ്ക്ക് 12 മണിക്കത്തെ ഷോയാണ് പിന്നീട് ഞാൻ ഈ സിനിമ കണ്ടത്. 3 മണിക്കൂറും 14 മിനിറ്റും അതാണ് ഈ സിനിമയുടെ ഡ്യൂറേഷൻ. ഇത്രയും നേരം ഈ കാട്ടവരാതം കണ്ടിരിക്കാൻ ഞാൻ പെട്ട പാട്. എന്തൊക്കെ ചെയ്തിട്ടും ഈ സിനിമയുമായിട്ട് ഒത്തുപോകാൻ എനിക്ക് സാധിക്കുന്നില്ല. അങ്ങോട്ട് ഒരു ശകലം പോലും ആസ്വദിക്കാനായിട്ട് ഈ സിനിമ ആസ്വദിക്കാനായിട്ട് എനിക്ക് പറ്റുന്നില്ല. ഇത്രയും വലിയൊരു കാട്ടവരാതം. ഗീതു മോഹൻദാസിനെ സംബന്ധിച്ചിടത്തോളം ഇതായിരിക്കും ഒരു സ്ത്രീ ചെയ്യേണ്ട ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ള, ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള സിനിമ. അതായത് അവരെ എല്ലാ രീതിയിലും ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ. അവർക്ക് എല്ലാ തരത്തിലുള്ള സ്പേസും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ തന്നെയാണ് സിനിമയ്ക്കകത്ത് സ്ത്രീ കഥാപാത്രങ്ങൾ നല്ല സ്പേസ് ഉണ്ട്. പക്ഷേ എന്തിനാ ഈ സ്പേസ് ഒക്കെ? സിനിമയ്ക്കകത്ത് എന്തെങ്കിലും കാമുണ്ടാവണ്ടേ? വലിയ സ്പേസ് ഇല്ലെങ്കിലും ഒറ്റ സീനാണെങ്കിലും ആ സീൻ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിയുവാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു റോള്. ഇതിനകത്ത് മുഴുനീളം ഉണ്ട്. ഇതിനകത്ത് ആകെ 5 നടിമാരാണുള്ളത്. 5 നടിമാരിനകത്ത് 4 നടിമാരും ഫസ്റ്റ് ഹാഫ് മാത്രമേ ഉള്ളൂ. കിയാറ അദ്വാനി, ഹുമ ഖുറേഷി, താര സുതാരിയ, നയൻതാര, ഇത്രയും പേര് ഫസ്റ്റ് ഹാഫിനകത്ത് നിറഞ്ഞങ്ങ് നിൽക്കുക. അവർക്കൊക്കെ മാസ സീനുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പക്ഷേ ഇത് എന്തോ ഇതിന്റെ കഥ എന്നുള്ളതൊന്നും എനിക്ക് സത്യം പറഞ്ഞാൽ മനസ്സിലായിട്ടില്ല. എന്തോ ഇതിന്റെ കഥ, അത് സിനിമ തീർന്നു കഴിഞ്ഞിട്ട് എനിക്ക് മനസ്സിലായിട്ടില്ല. എന്തിനൊക്കെയാണ് ഈ കൊല്ലലുകളും വെടിവെപ്പും യുദ്ധവും ഒക്കെ ഉണ്ട്. മിസൈലൊക്കെ വിടുന്നുണ്ട്, ആൾക്കാരെ ചുമ്മാ കൊല്ലുക, പെട്ടെന്ന് വെടി പൊട്ടിപ്പുറപ്പെടുക. ഇതൊക്കെ എന്തിനാണ് നടക്കുന്നത്? കൃത്യമായിട്ട് ഇതിന്റെ സ്റ്റോറി എന്താണെന്നോ, ഇതിന്റെ ബിഗിനിങ് കാണിക്കുന്നത് 1947 അവിടുന്ന് 1947 കാണിച്ചിട്ട് പിന്നീട് വീണ്ടും പുറകോട്ട് പോകുന്നത് 1920 പോവാം. അങ്ങനെ നോൺ ലീനിയർ ആയിട്ടാണ് ഈ സിനിമ കഥ പറഞ്ഞു പോകുന്നത്. എന്തൊക്കെ തന്നെ ആയാലും കഥയ്ക്കകത്തൊരു കാമ്പില്ല. ഡ്രഗ് ഡീലിംഗ് ആണെന്നുള്ള എങ്ങാണ്ട് മനസ്സിലായി. ഓപ്പിയത്തിന്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്. പക്ഷേ സിനിമയുടെ സ്റ്റോറി എന്തുവാന്നുള്ളതൊന്നും വ്യക്തമായിട്ട് എനിക്ക് മനസ്സിലായിട്ടേ ഇല്ല. റാൻഡമായിട്ട് കുറെ സീനുകളൊക്കെ ചേർത്ത് വെച്ചിട്ടുള്ള ഒരു 3 മണിക്കൂർ 14 മിനിറ്റിലെ ഒരു അപരാധം. അതാണ് റാൻഡമായിട്ടുള്ള സീനുകൾ. പറയുന്ന ഡയലോഗുകൾക്കൊന്നും പരസ്പരം കറക്ഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. എന്തുവാ ഈ സിനിമയ്ക്കകത്തെ കഥ എന്നുള്ളതെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ ഗീതു മോഹൻദാസ് വന്ന് നറേറ്റ് ചെയ്യേണ്ടി വരും. അങ്ങനത്തെ അവസ്ഥയാണ്. പിന്നെ ഗീതു മോഹൻദാസ് അറിയപ്പെടുന്ന ഒരു പുരുഷ വിരോധിയാണല്ലോ. ഇപ്പോ പുരുഷന്മാരുടെ കൂടെയാണല്ലോ ഈ സിനിമ എടുത്തേക്കുന്നത്, ഹീറോ സെൻട്രിക് ആയിട്ടുള്ള ഫിലിം ആണല്ലോ എന്ന് പറയുന്നത് കൊണ്ടൊന്നും അവര് പുരുഷ വിരോധി അല്ലാതായിട്ട് മാറുന്നില്ല. ഈ സിനിമയ്ക്കകത്ത് ക്യാപ്സ്യൂളുകൾ നിറഞ്ഞ ധാരാളം ഡയലോഗുകളുണ്ട്. താരാ സുതാരി ഒരു സീനകത്ത് പറയുകയാണ്, ആണുങ്ങൾക്ക് എപ്പോഴും അവരുടെ അരയ്ക്ക് താഴോട്ട് മാത്രമേ ഉള്ളൂ ചിന്ത എന്നുള്ളത്. ഒരു സീനകത്ത് യേശുവിനോട് പറയും, ആണുങ്ങൾക്ക് എപ്പോഴും അവരുടെ അരയ്ക്ക് താഴോട്ട് മാത്രമേ ഉള്ളൂ ചിന്ത. ഹുമ ഖുറേഷി പറയുകയാണ്, ചെയ്ത തെറ്റ് പൊറുക്കാനായിട്ട് ഞാൻ ആണെന്ന വർഗ്ഗമല്ലെന്ന്. ഇത് ഞാൻ പറയുന്ന കേൾക്കുന്ന സമയത്ത് ഈ ചെയ്ത തെറ്റുകൾ പൊറുക്കാനായിട്ട് ആണെന്ന വർഗ്ഗമല്ല, അതിനകത്ത് നെഗറ്റീവ് ഉള്ളതെന്ന് നമുക്ക് തോന്നിയേക്കാം. പക്ഷേ സിനിമയ്ക്കകത്ത് ആ ഡയലോഗ് വരുന്ന സീന് പോസിറ്റീവ് ആയിട്ടുള്ള ഇതല്ല. അത്തരത്തിലുള്ള ധാരാളം ഡയലോഗുകളും ഇതിനകത്തുണ്ട്. അപ്പൊ ഇതിനെ ചൊല്ലിയിട്ട് ഇനി ഒരു വിവാദമോ കോൺട്രവേഴ്സിയോ ഉണ്ടാകാൻ പോകുന്നില്ല. കാരണം ഇത് ആണുങ്ങളെ പറ്റിയിട്ടാണല്ലോ പറഞ്ഞത്. ഇപ്പൊ ലോക ചാപ്റ്റർ 1 ചന്ദ്രയ്ക്കകത്ത് ബാംഗ്ലൂരിലുള്ള എല്ലാ ആളുമാരും ശരിയല്ല എന്നൊരു ഡയലോഗ് അതിനകത്ത് വരുന്നല്ലോ, അങ്ങനത്തെ രീതിയിലുള്ള ഡയലോഗ്. അപ്പൊ അതിനെതിരെ കേസ് കൊടുത്ത് മാറ്റിക്കാനായിട്ട് ആ ഡയലോഗ് കട്ട് ചെയ്ത് കളയാനായിട്ട് ആൾക്കാരുണ്ടായിരുന്നു. ഇതിനെ സംബന്ധിച്ച് ഇത് പുരുഷനെ പറ്റിയിട്ടാണല്ലോ പറയുന്നത്. അങ്ങനെ ഒരു സംഭവം നടക്കത്തതേ ഇല്ല. ഈ സിനിമയൊക്കെ വളരെ ഈസി ആയിട്ട് സെൻസർ ചെയ്ത് കിട്ടും. സ്ത്രീകളെ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ സെൻസർ ചെയ്ത് കിട്ടാനൊക്കെ പാടാം. അപ്പൊ അങ്ങനത്തെ ഡയലോഗുകളാണ്. ഏറ്റവും സങ്കടകരമായിട്ടുള്ള കാര്യം യഷിന്റെ അവസ്ഥയാണ്. റോക്കി ബായ് 2022 KGF ചാപ്റ്റർ 2 വരുന്നത്. KGF ചാപ്റ്റർ 2 വന്നതിന് ശേഷം ഏതാണ്ട് 4 വർഷത്തിന് ശേഷമാണ് യഷിന്റെ അടുത്തൊരു സിനിമ വരുന്നത്. അപ്പോൾ യഷ് അങ്ങനൊരു പുള്ളി പല ഇന്റർവ്യൂസിനകത്ത് നിന്ന് പറയുന്നത് കേട്ടായിരുന്നു, ഞാൻ റാൻഡംലി അങ്ങനെ പണത്തിന് വേണ്ടിയിട്ട് സിനിമ ചെയ്യുന്ന ആളല്ല, കോങ്കർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ സിനിമ ചെയ്യുന്നതെന്നുള്ള ഒരു രീതിയിലൊക്കെ ഡയലോഗ് ഇന്റർവ്യൂവിനകത്ത് പറയുന്നത് കേട്ടായിരുന്നു. അപ്പൊ യഷ് എന്തുകൊണ്ട് ഈ ഒരു സിനിമ ചൂസ് ചെയ്തു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവാത്തത്.
യഷിനെ എങ്ങനെയായിരിക്കും ഗീതു മോഹൻദാസ് കുപ്പിയിലാക്കിയിട്ടുണ്ടാക്കുക? എന്തായിരിക്കും യഷിനോട് പറഞ്ഞിട്ടുള്ള കഥ? ഇനി യഷിനോട് പറഞ്ഞ കഥയല്ലോ ഇത് ഷൂട്ട് ചെയ്തേക്കുന്നത്. യഷിന്റെ കോ പ്രൊഡ്യൂസറും കൂടിയാണ്, കെവിൻ പ്രൊഡക്ഷൻ മാത്രമല്ല, യഷും കൂടി ചേർന്നിട്ടാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ യഷ് ഈ സിനിമയൊന്നും കണ്ടില്ലേ? അതിനകത്ത് VFX ഡബിൾ നെഗറ്റീവ് ആണ് ഇതിനകത്ത് VFX ചെയ്തേക്കുന്നത്. VFX ഈ തീയുടെ VFXനകത്തൊക്കെ നല്ല പ്രശ്നമുണ്ട്, ഫേക്ക് ആയിട്ട് തന്നെ തോന്നിക്കുന്നുണ്ട്. അതുപോലെ വെടിവെക്കുന്ന സീനുകൾ ഇതെല്ലാം തന്നെ ഫേക്ക് ആയിട്ടാണ്. ഇനിയിപ്പോൾ ഫേക്ക് ആണെങ്കിലും അല്ലെങ്കിലും ആ സീൻ എന്തെങ്കിലും ഒരു കണക്ഷൻ ഉണ്ടാവണ്ടേ, നമ്മളുമായിട്ട് എന്തെങ്കിലും രീതിയിൽ ഒരു കണക്ട് ചെയ്യാനായിട്ട് സാധിക്കണ്ടേ? അങ്ങനെ ഒരു സംഭവമേ ഇല്ല. പിന്നെ ഗീതു മോഹൻദാസ് ഏതോ ഒരു ഇന്റർവ്യൂ അല്ല, മറ്റേ ചെന്നൈയിലെ ഇവന്റിനകത്ത് വന്നിന്ന് പറയുന്നത് കേട്ടായിരുന്നു, ഞാൻ നേരത്തെ 50 ലക്ഷത്തിന്റെ മറ്റേ സിനിമയൊക്കെ ചെയ്ത് അത് ഓസ്കാറിലേക്ക് നോമിനേഷൻ നേടിയതാണ്, എന്നിട്ട് പോലും ആൾക്കാർ എന്നെ വിശ്വസിക്കാൻ തയ്യാറായിരുന്നില്ല, ആരും എനിക്ക് പണം തരുന്നില്ല എന്നൊക്കെ. എങ്ങനെ പണം തരും? എങ്ങനെ വിശ്വസിക്കും? ഇത്തരത്തിലുള്ള സ്ക്രിപ്റ്റ് ഉണ്ടാക്കിയല്ലോ ചെല്ലുന്നത്. ഇത് കെവിൻ പ്രൊഡക്ഷൻ എന്തുകൊണ്ട് ഇതൊക്കെ ചൂസ് ചെയ്തെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. പിന്നെ ഇതിനകത്ത് റോക്കി ബായിയെ 4 വർഷത്തിന് ശേഷം വന്ന റോക്കി ബായിയെ കൊണ്ടുവന്ന് പ്ലക്കി ബായി ആക്കി മാറ്റിയിട്ടുണ്ട്. പ്ലക്കി ബായി കളിയാക്കി. യഷിന്റെ ഓറ കാണണം. യഷിന് സിനിമ കൂതറയാണെങ്കിലും യഷിന്റെ സ്വാഗും സ്റ്റൈലും ഈ സിനിമയ്ക്കകത്ത് എവിഡന്റ് ആയിട്ട് കാണുന്നുണ്ട്. അങ്ങനെയുള്ളൊരു അങ്ങനെയുള്ള നടനെയാണ് കൊണ്ടുവന്നിട്ട് ഇതിനകത്ത് പ്ലക്കി ബായി ആക്കി മാറ്റിയേക്കുന്നത്. പിന്നെ സെക്കൻഡ് ഹാഫ് ഞാൻ പറഞ്ഞല്ലോ, മറ്റേ 4 കളിമാരാരില്ല. സെക്കൻഡ് ഹാഫിൽ ഫുള്ള് രുക്മിണി വസന്താണ്. രുക്മിണി വസന്തത്തിൽ അവർക്ക് വലിയ കാര്യമായിട്ടുള്ള സംഭവങ്ങളൊന്നുമില്ല. കുറച്ച് സീൻസിലൊക്കെ വരുന്നുണ്ട്. പിന്നെ ഒരു ബന്ധവും പുലബന്ധവും ഇല്ലാത്ത കുറെ ഡയലോഗുകളുണ്ട്. യശു തന്നെ അല്ലേ ഇതിനകത്ത്, യശുവിന് കൂടി ചേർന്നാണ് ഇതിനകത്ത് ഡയലോഗ് എഴുതിക്കുന്നത് തോന്നുന്നു. ഇതിനകത്ത് മറ്റേ KGFന്റെ കൂട്ടുള്ള ഡയലോഗുകളും പിന്നെ അങ്ങനത്തെ അയാൾക്ക് എന്നെ പോലെ ഒരാൾക്കൊക്കെ അയാൾക്ക് കുപ്പിയിലാക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് KGFന്റെ കൂട്ട് തന്നെ. അതുപോലത്തെ രീതിയിലുള്ള ഡയലോഗുകളൊക്കെ അതിനകത്ത് എഴുതി വെച്ചേക്കുന്നത്. പിന്നെ ക്ലൈമാക്സിനോട് ഏൽപ്പിച്ച് ട്വിസ്റ്റൊക്കെ ഉണ്ട്. എന്തൊക്കെ തന്നെ ആയാലും ഇതൊക്കെ കണ്ടു തീർക്കാൻ പറ്റ പാട് എന്തോ ആണെന്ന് മനസ്സിലായില്ല. എനിക്ക് നോക്കുന്നു ജനങ്ങൾ ആദ്യമേ പ്രിഡിക്റ്റ് ചെയ്തെന്ന് തോന്നി ഈ സിനിമ ഇങ്ങനെ ആവുമെന്നുള്ളത്. അതുകൊണ്ടായിരിക്കും ബുക്കിംഗ് ഒക്കെ വളരെ കുറവായിട്ട് തോന്നിയത്. എന്തായാലും ഒരു ഒന്നാം തരം കാട്ടവരാധം, 3 മണിക്കൂറും 14 മിനിറ്റും ഉള്ള ഒരു കാട്ടവരാധമായിട്ട് മാറിയിട്ടുണ്ട് ഈ സിനിമ.